പാലക്കാട് കല്ലടിക്കോട് അപകടത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നാട്. ഒറ്റ നിമിഷം കൊണ്ട് 4 പെൺകുട്ടികളുടെ ജീവൻ എടുത്ത ആ അപകടം. മരണത്തിലും ഒന്നിച്ച കൂട്ടുകാരികൾ. കല്ലടിക്കോട് അപകടത്തിൽ മരിച്ച നിത, റിത, ഇർഫാന, ആയിഷ 4 പേരും മടങ്ങുകയാണ്. 4 പേരുടെയും മൃതദേഹങ്ങൾ കല്ലടിക്കോട്ടെ വീടുകളിൽ എത്തിച്ചിരിക്കുന്നു. ബന്ധുക്കൾ അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷം 8 മണിയോടെ മൃതദേഹങ്ങൾ തുപ്പനാട് കരിമ്പനക്കൽ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. 10 മണിയോടെയാണ് 4 പേരുടെയും സംസ്കാരം നടക്കുക. അതീവ ദുഃഖത്തിലാണ് ആ നാട്. ഒഴുകിയെത്തുകയാണ് ഓരോ വീടുകളിലേക്കും. അവസാനമായി ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാനായി ബന്ധുക്കളും അവരുടെ സഹപാഠികളും നാട്ടുകാരും ഒക്കെ. സുവി വിശ്വനാഥൻ ചേരുന്ന വിവരങ്ങളുമായി. സുവി, അത്യന്തം ദുഃഖകരമായ കാഴ്ച, വിവരിക്കാനാകാത്ത കാഴ്ച. 4 പെൺകുട്ടികളുടെ ജീവനാണ് ഒരു നിമിഷം കൊണ്ട് പൊലിഞ്ഞത്. ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്ന 4 കുട്ടികൾ ഇപ്പോൾ അവരുടെ വീടുകളിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് വിവരങ്ങൾ. അശ്വതി, അതീവ സങ്കടകരമായ കാഴ്ചയിലേക്കാണ് കേരളം കണ്ണു തുറക്കുന്നത്. ഇന്നലെ വൈകിട്ട് അന്തരിച്ച 4 കുട്ടികളുടെയും മൃതശരീരങ്ങൾ അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ നാട്ടുകാരുടെ അന്ത്യാഞ്ജലി, ബാഷ്പാഞ്ജലി നടക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. മൃതദേഹം മരിച്ച ആയിഷയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നിരവധി പേരാണ് ആയിഷയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 3:40 ദാരുണമായ സംഭവം ഉണ്ടായത്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്തായിരുന്നു ഈ ഒരു അപകടം നടന്നത്. പാലക്കാട് നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോവുകയായിരുന്ന ലോറിയാണ് വിദ്യാർത്ഥികളുടെ മേലിലേക്ക് മറിഞ്ഞത്. മറ്റൊരു ലോറിയുമായി കൂട്ടിയിടിച്ച ശേഷം ഈ ലോറി ആദ്യം ഒന്ന് ചെരിഞ്ഞു. അതിനുശേഷം വിദ്യാർത്ഥികളുടെ മേലേക്ക് മറിയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഏറെ പണിപ്പെട്ടാണ് വിദ്യാർത്ഥികളെ ആ സ്പോട്ടിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചത് എന്ന് നാട്ടുകാർ പറയുന്നു. തുടർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 4 പേരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. സിമന്റ് കയറ്റി വന്ന ലോറിയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പണിപ്പെട്ട് മണ്ണുമാന്തി യന്ത്രവും അതുപോലെ തന്നെ ക്രെയിനും ഉപയോഗിച്ചാണ് ലോറി ഉയർത്തിയത്. അതിനു മുമ്പ് ചാലുണ്ടാക്കിയാണ് വിദ്യാർത്ഥികളെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നത്. ഏതായാലും വിദ്യാർത്ഥികളെ ശ്രമം നടത്തിയത്, പക്ഷേ എങ്കിലും വിദ്യാർത്ഥികളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അതിനു മുമ്പ് തന്നെ വിദ്യാർത്ഥികളുടെ മരണം സംഭവിച്ചിരുന്നു. കരിമ്പന ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് 4 പേരും. 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ്. ഉറ്റ ചങ്ങാതിമാരാണ്. ഈ 4 പേരും ഒരുമിച്ചാണ് ഇപ്പോൾ മരണത്തിലേക്ക് നടന്നു കയറിയിരിക്കുന്നത്. അവരുടെ മൃതശരീരങ്ങൾ ഇന്ന് രാവിലെ 5:30 വീടുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി തുപ്പനാട് ഹാളിൽ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകും. ഹൈസ്കൂളിൽ നേരത്തെ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത് അവസാന നിമിഷം ഉപേക്ഷിക്കുകയായിരുന്നു. അതിനുശേഷം തുപ്പനാട് ജുമാ മസ്ജിദിൽ 10:30 ഖബറടക്കം നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്യന്തം ദുഃഖകരമായ ഒരു അവസ്ഥയാണ് പാലക്കാട് പനയമ്പാടത്ത് നിന്ന് ഉള്ളത്. ഇന്നലെ സംഭവം നടന്ന് 2 സ്വകാര്യ ആശുപത്രികളിലേക്കാണ് ഇവരെ ഈ കുട്ടികളെ കൊണ്ടുപോയതെങ്കിലും അവിടെ നിന്നൊന്നും തന്നെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അവരുടെ ഉറ്റ ചങ്ങാതിയായ അജ്ന മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഈ 5 വിദ്യാർത്ഥികൾ ചേർന്ന് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം റോഡ് സൈഡിലൂടെ നടന്നു പോവുകയായിരുന്നു. നിരന്തരം പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ നിരന്തര അപകടം ഉണ്ടാകുന്ന ഒരു വളവാണ് ഈ കരിമ്പന എന്ന് പറയുന്ന ഭാഗം. നിരവധി പരാതികൾ ഉൾപ്പെടെ നാട്ടുകാർ അധികൃതർക്ക് എഴുതി അയച്ചിരുന്നുവെങ്കിലും അതിനൊന്നും തന്നെ പരിഹാരമായില്ല. ചെറിയ ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും അതൊന്നും തന്നെ ഫലം കണ്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ. അതിനെ തുടർന്ന് ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധവും മറ്റും ഉണ്ടായിരുന്നു. ആ പ്രതിഷേധവും മറ്റും ഉണ്ടായിരുന്നു. വാഹനങ്ങൾ തടഞ്ഞ നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. സ്കൂൾ വാഹനങ്ങളും ആംബുലൻസുകളും മാത്രമാണ് കടത്തിവിട്ടിരുന്നത്. പിന്നീട് നാട്ടുകാരും പോലീസും ചേർന്നാണ് ആ നാട്ടുകാരുടെ പ്രക്ഷോഭത്തെ മാറ്റിയെടുക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ആയിഷയുടെ വീട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു നാട് മുഴുവൻ വളരെ വ്യസനത്തോടു കൂടി ഒരു പെൺകുട്ടിയുടെ യാത്രാമൊഴിയേകാൻ നൽകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അശ്വതി, കല്ലടിക്കോട് അപകടത്തിൽ മരിച്ച റിത, ഇർഫാന, നിത, ആയിഷ 4 പേരുടെയും മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിൽ എത്തിച്ചിരിക്കുകയാണിപ്പോൾ. ബന്ധുക്കൾ
അടക്കമുള്ള ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുകയാണ്. അവസാനമായി അവരെ ഒരു നോക്ക് കാണാനായി. രാവിലെ തുപ്പനാട് ജുമാ മസ്ജിദിലാണ് ഖബറടക്കം നടക്കുക. അതിനു മുമ്പ് പൊതുദർശനമുണ്ടാകും. ചെറുള്ളി അബ്ദുൽ സലാമിന്റെ മകൾ ഇർഫാന ഷെറിൻ, അബ്ദുൽ റഫീഖിന്റെ മകൾ റിത ഫാത്തിമ, സലാമിന്റെ മകൾ നിദ ഫാത്തിമ, ഷറഫുദ്ദീന്റെ മകൾ AS ആയിഷ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇന്നലെ ഉച്ചയോടെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ 3:30യോടെയായിരുന്നു ഈ അപകടമുണ്ടായത്. ഒട്ടും പ്രതീക്ഷിക്കാതെ വീട്ടിലേക്ക് എത്തുന്നതിന് വളരെ കുറച്ചു മുമ്പ് മാത്രമുണ്ടായ വലിയ അപകടം. അവരുടെ ഒപ്പമുണ്ടായിരുന്ന 5 പേർ ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നതും സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്നതും. ആ പതിവ് തെറ്റിച്ച് 4 പേർ മടങ്ങിയിരിക്കുന്നു. ഒരാൾ രക്ഷപ്പെട്ടു. ആ ഞെട്ടലിലാണ് ഇപ്പോഴും. അജ്ന രക്ഷപ്പെട്ട കുട്ടി ഇവരുടെ ഉറ്റ സുഹൃത്താണ്, ബന്ധുവാണ്. അജ്ന ഒരു കുഴിയിലേക്ക് വീണതുകൊണ്ടാണ് അവിടെ രക്ഷപ്പെട്ടത് എന്ന് അജ്ന കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വിറയലോടെ പറയുന്നുണ്ടായിരുന്നു. അപകടം നേരെ മുന്നിൽ കണ്ട് ഏറ്റവും അടുത്ത കൂട്ടുകാരികളെ, പ്രിയപ്പെട്ട കൂട്ടുകാരികളെ നഷ്ടമായതിൻ്റെ വേദനയും വിറയലും അജ്നയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഇർഫാനയുടെ അമ്മ തൊട്ടു മുൻപ് ഇർഫാനയെ കണ്ട് സംസാരിച്ച് മടങ്ങുമ്പോഴായിരുന്നു ഈ അപകടം നടന്നതെന്നും അജ്ന പറഞ്ഞു. 4 പേരും ഒരുമിച്ച് മരണത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഒരുമിച്ച് തന്നെയാണ് പൊതുദർശനവും ഖബറടക്കവും നടക്കുക. എപ്പോഴും ഒന്നിച്ചുണ്ടായിരുന്ന കൂട്ടുകാരികൾ. അപകടം നടന്ന സ്ഥലത്തെക്കുറിച്ചുമുള്ള പരാതികൾ ഇപ്പോഴും ഉയരുകയാണ്. പല അപകടങ്ങൾ ആവർത്തിച്ച് നടക്കുന്ന സ്ഥലമായിട്ട് പോലും എന്തുകൊണ്ട് അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യം അത് ഉയരുകയാണ്. പാലക്കാട് നിന്നും സിമന്റ് കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. മറ്റൊരു ലോറിയിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട് ഈ ലോറി കുട്ടികളുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം നിയന്ത്രിക്കാനായില്ല എന്നായിരുന്നു ഡ്രൈവറുടെ മൊഴി. റോഡിൽ തെന്നലുണ്ടായിരുന്നു എന്നും പറയുന്നു. ചാറ്റൽ മഴയും റോഡിലെ തെന്നലുമൊക്കെയാണ് ഈ വാഹനം നിയന്ത്രിക്കാനാകാത്തതിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ 4 കുട്ടികളുടെ ജീവനാണ് അപകടത്തിൽ പൊലിഞ്ഞിരിക്കുന്നത്. പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയതാണ് 4 പേരും. ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട് ലോറി പാഞ്ഞു വരുന്നത് കണ്ട് മാറാൻ പോലും സമയം കൊടുക്കാതെ ആ ജീവൻ എടുത്ത് പോവുകയായിരുന്നു. മറ്റു കുട്ടികളുടെ ഈ 4 പേരുടെയും മുകളിലേക്ക് ലോറി മറിയുകയായിരുന്നു. ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഈ അപകടത്തിൽപ്പെട്ട കുട്ടികളെ അതിനടിയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ തന്നെ വലിയ പ്രയത്നം വേണ്ടി വന്നു എന്നുള്ളതാണ്. സിമന്റ് ചാക്കുകൾ അവിടെ നിരന്ന് കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനടിയിൽപ്പെട്ട കുട്ടികളെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും എത്തിക്കുന്നതിന് മുമ്പേ തന്നെ ജീവൻ നഷ്ടമായി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. CV അനുമോദ് ചേരുന്നു ഇപ്പോൾ ആയിഷയുടെ വീട്ടിൽ നിന്നും. അനുമോദ്, ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ, ഒരു നാടാകെ വിറങ്ങലിച്ച് നിൽക്കുന്ന അവസ്ഥ. അശ്വതി, നമ്മളിങ്ങോട്ട് വരുന്ന വഴി മുഴുവൻ ആളുകളുടെ വലിയ ഒരു നിരയാണ് കണ്ടത്. ഇവരൊക്കെ ആദ്യമായിട്ടായിരിക്കും ഈ കുട്ടികളെ കാണുന്നത്. ഒരുപക്ഷെ ഇനി ഇതൊരു അവസാനത്തെ കാഴ്ചയും. അത്രമാത്രം വേദനയിലാണ് ഈ നാട്. എല്ലാവരും ഒന്നും പറയാനോ ചോദിക്കാനോ ഒന്നും കഴിയാത്ത, നമുക്ക് വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ കഴിയാത്ത അത്ര വലിയ വേദനയിലാണ് ഈ നാട്. ആയിഷയും റിതയും ഇർഫാനയും നിതയുമൊക്കെ ഈ നാട്ടിൽ ഇത് ഒരുപക്ഷെ ഇന്നലെ വരെ ആർക്കും അറിയുന്ന കുട്ടികളായിരിക്കില്ല. പക്ഷെ അവരുടെ ആ വേർപാട് ഈ നാടിനൊന്നാകെ അവരുടെ സ്വന്തം വീട്ടിലെ ഉണ്ടായ ഒരു ദുരന്തം പോലെ, സ്വന്തം കുട്ടികൾക്കുണ്ടായ ഒരു ദുർവിധി പോലെ വേദനയോടെ ഇവരെല്ലാം തന്നെ ഏറ്റുവാങ്ങുന്ന ദുഃഖകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി നാട്ടിലെ എല്ലാവരും ഒരുപോലെ കണ്ണീരണിഞ്ഞ് എത്തിച്ചേരുന്ന കാഴ്ച എല്ലാവരും ഉണ്ട്. അതിൽ ഒരു വിഭാഗമല്ല, എല്ലാ വിഭാഗക്കാരും വന്ന് അവരുടേതായ രീതിയിൽ പ്രാർത്ഥനകൾ നടത്തുന്നു, കൈകൂപ്പുന്നു, കണ്ണീർ തുടയ്ക്കുന്നു, ഒന്നും പറയാനില്ലാതെ മടങ്ങുന്നു. അത്രമാത്രം വേദനയാണ് നമുക്കിവിടെ കാണാനാകുന്നത്. ഇവിടെ എന്ത് പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിക്കുമെന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ കണ്ടതാണ് അവരൊരുമിച്ച് സ്കൂൾ വിട്ട് നടന്നു പോകുന്നതിൻ്റെ അവസാന നിമിഷത്തെ ആ ദൃശ്യങ്ങൾ പോലും. പക്ഷേ ആ ഒരു കാഴ്ച
അത് അവരുടെ അവസാനത്തെ യാത്രയാകുമെന്ന് ആരും തന്നെ കരുതിയിട്ട് പോലുമില്ല. പക്ഷെ കാലം വല്ലാത്തൊരു വേദനയാണ് ഈ ഒരു നാടിനൊന്നാകെ സമ്മാനിച്ചത്. ഒന്ന് പ്രതീക്ഷയുടെ ഒരു കണിക പോലും ബാക്കി വയ്ക്കാതെ ആ ഒരു അപകടം അവർ 4 പേരെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന, ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ദുഃഖകരമായ ഒരു കാഴ്ച